بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ഇൻസാൻ 26 മുതൽ 31 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്. വമിനൽ ലൈലി ഫസ്ജുദ് ലഹ്, വമിനൽ ലൈലി ഫസ്ജുദ്. ഇതുവരെയുള്ള എല്ലാ ആയത്തുകളിലും എല്ലാ അക്ഷരങ്ങളും ഈ വചനത്തിലെ ഈ ഭാഗത്തിൽ എല്ലാ ഹർഫുകളും തന്നെ ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഫസ്ജുദ് ലഹു വസബ്ബിഹ്. ഫസ്ജുദ് എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് ഉച്ചരിക്കുക. ലഹു എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ ഫസ്ജുദ് ലഹ് എന്ന് സുക്കൂൻ നൽകണം. ചേർത്തോതുമ്പോൾ അതിന് മദ്ദുസ്സിലത്ത് സൂറ നൽകി ഹാ ഉദ്ദമീറിൻ്റെ വാവ് 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഫസ്ജുദ് ലഹു വസബ്ബിഹ്ഹു ലൈലൻ തവീല. ഇവിടെ സബ്ബിഹ്ഹു എന്നതിലെ ഹായിന് ദീർഘമില്ല എന്നതാണ് പ്രത്യേകത. കാരണം തൊട്ട് മുമ്പിൽ സുക്കൂൻ വന്നു എന്ന കാരണത്താൽ എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ മൊഴിഞ്ഞുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. മുസബ്ബിഹ് എന്ന് പറയുമ്പോൾ ഹൽക്കിയ അക്ഷരമാണ്, തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. ലൈലൻ തവീല. ലൈലൻ എന്നതിലെ തൻവീൻ, ലൈലൻ എന്നതിലെ തൻവീനിനെ താഇന് മുമ്പിൽ വന്നതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. ഇഖ്ഫ മുഫഖമായ ഇഖ്ഫ ആണ്, അതായത് തഫ്ഖീമോടുകൂടി സ്വരഭാരത്തോടെയുള്ള മണിക്കലാണ് അവിടെ നൽകേണ്ടത്. കാരണം ശേഷം വരുന്നത് ത ആണ്, ഇസ്തിഅലാഇൻ്റെ തടിപ്പിച്ച് ചരിക്കേണ്ട 7 അക്ഷരങ്ങളിൽ ഒന്നായ ത. അതുകൊണ്ട് ലൈല ലൈല എന്ന് നേർപ്പിക്കല്ല, ലൈല തവീല ലൈല തവീല തവീല. അപ്പോൾ താഇന് മാത്രമാണ് ഈ വചനത്തിൽ തഫ്ഖീം വരുന്നത്. അതിനെ പിൻപറ്റിക്കൊണ്ട് തൊട്ടു മുമ്പിലുള്ള ആ തൻവീനിൻ്റെ ഉച്ചാരണം സൂചിപ്പിച്ചു. ബാക്കി എല്ലാ ഹർഫുകൾക്കും ഇവിടെ തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതാണ് ആ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ആ ഒരു കാര്യം. ഇവിടെ പൊതുവിൽ ഈ വചനത്തിൽ വന്ന എല്ലാ ഹർഫുകൾക്കും ബാധകമാണ്. ഇന്ന എന്നതിലുള്ള മണിക്കൽ ശ്രദ്ധിക്കുക, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ. നൂൻ മുഷദ്ദദയാണ്, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം എന്നതാണ്. എന്നാൽ ശേഷമുള്ള പദത്തിൽ 2 ദീർഘം വന്നിട്ടുണ്ട്. ആദ്യത്തേത് മദ് മുൻഫസിൽ ജായിസാണ്, ഹ എന്നത്. രണ്ടാമത്തേത് ഉലാഇ എന്നതിലുള്ള ദീർഘം അത് മദ് മുത്തസിൽ വാജിബാണ്. ഉലാഇ എന്നത് മാത്രമാണ് ഒറ്റപ്പദമായി പരിഗണിക്കപ്പെടുക. ഇത് ഒരു പദം പോലെ എഴുതിയിട്ടുണ്ടെങ്കിലും 2 പദമാണ്, 2 പദത്തിൻ്റെ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യത്തെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഉലാഇ എന്നത് മദ് മുത്തസിൽ വാജിബ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. അപ്പോൾ ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില. ഹ ഐന് തുടങ്ങിയ അക്ഷരങ്ങൾ രണ്ടും തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്, അത് വ്യക്തമായി ഉച്ചരിക്കുക. യുഹിബ്ബൂന അത് ഹാ പോലെ ആവാതെ ശ്രദ്ധിക്കുക. യുഹിബ്ബൂനൽ ആജില ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. വയദറൂന വറാഅഹും. യദറൂന എന്ന് പറയുമ്പോഴും വറാഅഹും ഇതൊക്കെ റാഇനെ തടിപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരമാണ് റാ. യദറൂന അതുപോലെ വറാ എന്ന് പറയുമ്പോൾ ആ ദീർഘത്തിലും തഫ്ഖീം നിലനിർത്തണം എന്നതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്നാൽ വറാഅഹും ഈ ദീർഘമാകട്ടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ ഒരു സാക്കിന് തമീം വരുന്നുണ്ട്, അതിനെ ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കണം. വറാഅഹും യൗമൻ സഖീല. യൗമൻ ഇവിടെ തൻവീനിനെ ഇഖ്ഫ നൽകുക, മറച്ചു മണിച്ചുച്ചരിക്കണം. ഇഖ്ഫ ഹഖീഖി
മണിക്കലിൽ തർക്കീഖാണ്, മുറക്കക്കായ ഇഖ്ഫാണ്. യൗമൻ സഖീല, സഖീല എന്ന് പറയുമ്പോൾ ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. കസ്റായതുകൊണ്ട് ഖാഫ് തഫ്ഖീം ചെയ്യുന്നു, പക്ഷേ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. സഖീല. നഹ്നു ഖലഖനാഹും, തുടങ്ങിയ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഹാവും വരുന്നുണ്ട്. എല്ലാം തന്നെ എല്ലാ ഹർഫും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. നഹ്നു ഖലഖനാഹും, ഖായിനും ഖാഫിനും തഫ്ഖീമുണ്ട് എന്നതും ശ്രദ്ധിക്കുക. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഖാഫിന് സുക്കൂൻ ആയതുകൊണ്ട് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുകയും വേണം. നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും. ഖലഖനാഹും അവിടെ സക്കനത്ത മീമും ശേഷം വാവുമാണ്. ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കേണ്ടതാണ്. വാവ് ശേഷം വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. കാരണം ഷഫവിയായ ഹാർഫാണ് വാവ് എന്നതുകൊണ്ട് മീം അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഖലഖനാഹും വശദദ്നാ അസ്റഹും. ഷദദ്നാ, ഇതിലുള്ള ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഷദദ്നാ എന്നതിലെ ദീർഘമദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം കൊടുക്കുക. അസ്റഹും, റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. വഇദാ ശിഅ്നാ ബദ്ദൽനാ, ഹംസകൾ വ്യക്തമാക്കി ശിദ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ്. വഇദ എന്ന് പറയുന്നത് വഇദ ശിഅ്നാ, ഹംസകളെ ക്ലിയറാക്കി പറയുക. ബദ്ദൽന, ലാം ഇൽഹാർ ചെയ്യേണ്ട പദമാണിത്. ലാമുൽ ഫിയാൽ എന്നാണ് സാങ്കേതികമായി തജ്വീദിൽ അതിന് പറയുക. ബദ്ദൽന എന്ന് അവ്യക്തമാവരുത്, ബദ്ദൽ എന്ന് വ്യക്തമാക്കി ഇദ്ഗാം ചെയ്യാതെ ഇൽഹാർ ചെയ്ത് വ്യക്തമാക്കി ഉച്ചരിക്കണം. ബദ്ദൽന അംസാലഹും തബ്ദീല. ബദ്ദൽന എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അംസാലഹും തബ്ദീല. ഇവിടെ 2 സാക്കിനത്തായ മീമുകൾ വരുന്നു. ഇൽഹാർ ഷഫവിയാണ്. അം എന്ന മീമ്, അതുപോലെ അംസാലഹും എന്ന ആ മീമും രണ്ടിനെയും മണിക്കാതെ വെളിവാക്കണം. സാ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം, മേലെ മുൻപല്ലിൻ്റെ അറ്റം, ഇതാണ് സാഇൻ്റെ മഖ്റജ്. അംസാലഹും തബ്ദീല. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഇന്ന ഹാദിഹി തദ്കിറ, നൂൻ മുഷദ്ദദ സൂചിപ്പിച്ചു. ഈ പദം മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം. ഹാദിഹി തദ്കിറ, ദാൽ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നേരത്തെ സായിനെ കുറിച്ച് പറഞ്ഞു, അതേ മഖ്റജ് തന്നെയാണ് നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇതാണ് ദാലിൻ്റെയും മഖ്റജ്. ദാൽ ലൂസാക്കി പറയണം. തദ്കിറ, റായി തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. തദ്കിറത്തുൻ എന്ന തായിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആക്കി സുക്കൂൻ നൽകി തദ്കിറ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഫമൻ ശാഅ, ഇവിടെ സാക്കിനത്തായ നൂനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്, ഇഖ്ഫാ മുറഖഖ്. ശാഅ എന്നതിലെ ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല. ഇത്തഖദ, ഖാ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. എന്നാൽ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങളാകട്ടെ തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളുമാണ്. ഖായിന് മാത്രമാണ് ഇവിടെ തഫ്ഖീം തടിപ്പിക്കേണ്ടതുള്ളത്. മറ്റക്ഷരങ്ങളെ നേർപ്പിക്കുകയാണ്. ഇത്തഖദ ഇലാ റബ്ബിഹി, റബ്ബിഹി എന്ന് പറയുമ്പോൾ റായിനും തഫ്ഖീമാണ്. സ്വരഭാരത്തോടെ തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. ഇലാ റബ്ബിഹി സബീല, ഹ ഉദ്ദമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ എന്ന ദീർഘമാണ്. റബ്ബിഹി സബീല. വമാ തശാഊന, ഈ പദത്തിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇല്ലാ അൻ യശാ
ഇവിടെ 2 ദീർഘങ്ങൾ വരുന്നു. ആദ്യത്തേത് മദ് മുൻഫസിൽ ജായിസ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. അൻ യശാ എന്ന രണ്ടാമത്തെ ദീർഘം നേരത്തെ സൂചിപ്പിച്ച മദ് മുത്തസിൽ വാജിബ് തന്നെ, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അൻ എന്ന സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബി ഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൻ യശാ, അൻ യശാ, യശാ അല്ലാഹു. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്, തടിപ്പിക്കണം. അതിന് തൊട്ടു മുമ്പിൽ ഫത്ഹ ഉച്ചരിക്കുന്നു എന്നതാണ് അതിനുള്ള കാരണം. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇന്നല്ലാഹ നൂൻ മുശദ്ദദ മണിക്കണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തടിപ്പിക്കണം. കാന അലീമൻ ഹകീമ, കാന അലീമൻ ഹകീമ. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്, തർക്കീഖ് ചെയ്യുന്നു. ഖാന എന്നൊന്നും പറയേണ്ട, കാന, കാന എന്നാണ് പറയുക. കാഫാണെങ്കിൽ ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളൊക്കെ ഉള്ള അക്ഷരവുമാണ്, ഇസ്തിഫാലിൻ്റെയും ഹർഫാണ്. അലീമൻ ഹകീമ, അലീമൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അലീമൻ ഹകീമ. ഐനും ഹവും ഒക്കെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി, യുദ്ഖിലു ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖാഇന് കസ്റുണ്ട്, കുറഞ്ഞ തഫ്ഖീമാണ് ഖാഇന് കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണെങ്കിലും തഫ്ഖീം കുറഞ്ഞ അവസ്ഥയിലാണ്. യുദ്ഖിലു മൻ യശാ സാക്കിനത്തായ നൂൻ ഇദ്ഗാം ചെയ്തുകൊണ്ട് യാഇൽ ലയിപ്പിച്ച് മണിക്കണം. യശാ നേരത്തെ സൂചിപ്പിച്ച മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. ഫീ റഹ്മതി, റാഇനെ തടിപ്പിക്കുക, ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫീ റഹ്മതി. വദ്ദാലിമീന, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് മഖ്റജ്, എന്നാൽ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണം. ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ സിഫത്തുകളൊക്കെ അതിനുണ്ട്. എന്ന് പറയുക. ആ തഫ്ഖീം അതിൻ്റെ ദീർഘമായ അലിഫിലും നിലനിർത്തുക. വദ്ദാലിമീന, വദ്ദാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമ. ലഹും എന്നതിൽ ഇൽഹാർ ഷഫവിയാണ്, മീമിന് നൽകേണ്ടത് മണിക്കാതെ വെളിവാക്കണം. അദാബൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽക്കിയാണ് നൽകി ഉച്ചരിക്കേണ്ടത്, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. അഅദ്ദ ലഹും അദാബൻ അലീമ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما يدخل من يشاء في رحمته والظالمين أعد
أعد لهم عذابا أليما.